إلى حضرة سيدنا ونبينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. തർബിയ മീഡിയ അവതരിപ്പിക്കുന്ന മദദെ മദീന അസ്മാഉൽ ബദർ മജ്ലിസിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. 41 ദിവസം നമ്മൾ കൃത്യമായി ഈ മജ്ലിസിൽ പങ്കെടുക്കുകയും ഒരു ദിവസം പോലും വിടാതെ ബദരീങ്ങളെ നാമങ്ങൾ നമ്മൾ ഉരുവിടുകയും നമ്മളെ മുറാദുകൾ മനസ്സിൽ വെച്ച് നമ്മൾ ചൊല്ലിയാൽ എന്തായാലും അതിന് പരിഹാരമുണ്ടാകും. അല്ലാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി പെരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബദരീങ്ങളെ നാം വിളിക്കുമ്പോൾ ആ ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലെ 21ാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് നമ്മൾ കൊണ്ടാടുകയും ആഘോഷിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നമ്മുടെ കൽവിന്റെ അകത്തളങ്ങളിലേക്ക് ഓടി വന്നപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് മുത്തുനബി അനുധാവനം ചെയ്ത് മുത്തുനബിയെ റോൾ മോഡലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭർത്താവിന്റെ ജീവിതം നാം ആലോചിക്കണം. ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ജീവിതം ആലോചിക്കണം. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ കൂട്ടുകാരുടെ, നാമുമായി നല്ല ബന്ധമുള്ളവരുടെ അവരുടെയൊക്കെ ജീവിതം നമ്മൾ ആലോചിക്കണം. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ജീവന്റെ ആത്മാവ്, ജീവന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ മുസൽമാന്റെ കരളിന്റെ കൃഷ്ണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടുത്തെ ആശയങ്ങളെ, അവിടുത്തെ ആദർശങ്ങളെ, അവിടുത്തെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ആ മുത്തുനബി അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകണം. മുത്തുനബിയുടെ ജീവിത മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ് മുസ്ലിം ഉമ്മത്ത് ഏതെങ്കിലും മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോൾ മോഡലാക്കുന്നതിന് പകരം സിനിമാ താരങ്ങളെക്കാളും, സിനിമാ താരങ്ങളെയോ അതല്ലെങ്കിൽ പോപ്പ് ഗായകരെയോ അതല്ലെങ്കിൽ മറ്റു ജനങ്ങളെയോ ആണ് നീ റോൾ മോഡലാക്കുന്നതെങ്കിൽ പരാജയമില്ലാതെ നമുക്ക് എന്താണ് വരുന്നത്? അതേ സ്ഥാനത്ത് ജീവിതത്തിന്റെ നിഖില മേഖലയിൽ നിങ്ങൾക്ക് മാതൃകയാകുന്ന ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചു. അതേ ലഖദ് കാന ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. ആ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ മാലോകരെ വിളിച്ചുണർത്തുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതാണ് മുസ്ലിമീങ്ങളുടെ പരാജയമെന്ന് മനസ്സിലാക്കണം. അതേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഏതെങ്കിലും ചെറുപ്പക്കാര് വീട്ടുകാരെ വിട്ട്, കുടുംബാംഗങ്ങളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട് സ്വന്തമായി ആണായവർ പെണ്ണാവാൻ ചിന്തിക്കുന്ന കാലമാണ്.
ആണായവർ പെണ്ണാകാൻ ചിന്തിക്കുന്ന കാലമാണ്, പെണ്ണായവർ ആണാകാൻ ചിന്തിക്കുന്ന കാലമാണ്. ഈ രീതിയിൽ തോന്നിവാസങ്ങളുമായി ജീവിക്കുന്ന ആളുകളെ റോൾ മോഡലാക്കി അവനാണ് എൻ്റെ എല്ലാ മാതൃകയും എന്ന് പറയുമ്പോ അധപ്പതനത്തിന്റെ മേൽക്കോയ്മയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അധപ്പതനമാണ് അവർക്കുണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു അണുമണി പോലും ജീവിതത്തിന്റെ മേഖലകളെ സ്പർശിക്കാതെ പോയിട്ടില്ലല്ലോ. എല്ലായിടങ്ങളിലും വിധങ്ങൾ മാതൃകയാണ്. ആ ഹബീബിനെ ചേർത്ത് വെക്കണേയെന്നോ എന്നോടും എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കേവലം റബീഉൽ ത്വലഅൽ ബദർ പാടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന് പറയുന്ന ഖുർആനിന്റെ ഏറ്റവും മഹത്തായ വചനം കേട്ടില്ലേ? അല്ലാഹുവിനെയാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, വസ്ത്രം നൽകുന്ന, നിങ്ങൾക്കെല്ലാം നൽകുന്ന, നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് സമ്മാനിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, ആ ദൈവമാകുന്ന, ആ സൃഷ്ടാവാകുന്ന, റബ്ബാകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ റബ്ബിന്റെ ഇഷ്ടത്തിന് മുത്തുനബി അനുധാവനം ചെയ്യണം. ഫത്തബിഊനി എന്നാണ് പറഞ്ഞത്. ഇന്നെവിടെയാണ് മുത്തുനബി അനുധാവനം ചെയ്യുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളോട് നിങ്ങളെ അതാ പിൻപറ്റുകയും അതിനോട് സാദൃശ്യമാവുകയും ചെയ്താൽ അവൻ മുസ്ലിമല്ല. മറ്റു ആരെയാണോ അവൻ ഏറ്റെടുക്കുന്നത്, ആരെ ആശയവും ആദർശവും വിശ്വാസവുമാണോ ചേർത്ത് പിടിക്കുന്നത്, അവൻ അവരുടെ കൂട്ടത്തിലാണ്. ഇതൊരു മതത്തിനെ നിഷേധിക്കലല്ല. കാരണം ഓരോ മതത്തിനും അതിൻ്റെതായ നിലനിൽപ്പുണ്ട്, അതിൻ്റെതായ ആശയമുണ്ട്, അതിൻ്റെതായ ആദർശമുണ്ട്. പരിശുദ്ധ ദീനിന്റെ ആശയവും ആദർശവും പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിടക്കുന്നതാണ്. ആ ആശയത്തെ വിട്ടുകൊണ്ട് മറ്റു മതങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നാം ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ അവന് നേരമില്ല, 5 വക്ത് നിസ്കരിക്കാൻ നേരമില്ല. പക്ഷേ മറ്റു മതക്കാരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഞാനാണ് അതിൻ്റെ ആള് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബിയിലേക്ക് മടങ്ങലില്ലാതെ നമുക്ക് ഒരു വിജയവുമില്ല. ആ മുത്തുനബി അനുധാവനം ചെയ്തവരാണ് വിജയിച്ചവരെല്ലാവരും. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം തീരാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. മുത്തുനബിയെ പഠിക്കണം, മുത്തുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. ബദരീങ്ങളുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി, ആ മുത്തുനബിക്ക് പൊരുത്തമില്ലാത്തത് നമ്മൾ ചെയ്യരുത്. അതേ, ആ മുത്തുനബി ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് മുസൽമാനായി തീരുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എഴുത്തുകാരും ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരും ലോകത്തെ പഠിക്കുമ്പോൾ, ലോക നേതാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അതേ എല്ലാ വിഷയത്തിലും നേതൃത്വം നൽകാൻ കഴിയുന്ന, എല്ലാ വിഷയത്തിലും മാതൃകയാക്കാൻ കഴിയുന്ന ഇതുപോലൊരു നേതാവിനെ അവർക്ക് കാണാൻ കിട്ടുന്നില്ല. മൈക്കിൽ HT ഹാർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ 100 പേരെ കുറിച്ച് എഴുതുകയാണ്. നമുക്കറിയാം, ആ 100 പേരെ കുറിച്ചെഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആദ്യം ഇടം പിടിച്ചത് എല്ലാ മേഖലയിലും മാതൃക കൊടുക്കാൻ കഴിയുന്ന നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 100 ഉന്നത വ്യക്തിത്വങ്ങളെ എഴുതുമ്പോൾ 1-ാം സ്ഥാനം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇടം പിടിച്ചത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അത്രയും മാതൃകാ പുരുഷനായ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൂടാ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മാതൃകയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ബദറിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കുമാറാകട്ടെ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർ, അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ, അതുപോലെ തന്നെ വിട പറഞ്ഞു പോയവർ, എല്ലാവർക്കും അല്ലാഹു മരണപ്പെട്ടവർക്ക് മൗഫറത്ത് നൽകട്ടെ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് പലതും ഓരോ ദിവസവും ദിനേന ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്ത് ആ ബദരീങ്ങളെ നമ്മൾ തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോൾ പറയാറുണ്ട്, അത്തൈനാ ത്വാലിബിൻ ദിഫ്രി വജുല്ലിൽ ഖൈരി വസ്സഅദി ഫവസ്സിഅ മിൻഹതൽ ഐദി ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ഞങ്ങൾ അല്ലാഹുവിന്റെ സമീപത്ത്, അല്ലാഹുവിന്റെ സമക്ഷം ഞങ്ങൾ വന്നിരിക്കുന്നത് സഹായം തേടിക്കൊണ്ടാണ്. ഖൈറിന്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ വിജയത്തെയും കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളെയും വിജയങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വിജയങ്ങളും എല്ലാ സമാധാനം എല്ലാം ഞങ്ങൾക്ക് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എൻ്റെ കരങ്ങളുടെ ഔദാര്യത്തെ നീ വിശാലമാക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. അതായത് ബദരീങ്ങളെ കൊണ്ട് എല്ലാ മേഖലയും ഖൈറാക്കി തരണേ അല്ലാഹ് എന്ന് സഹായം തേടിയിട്ടൊക്കെ നമ്മൾ തവസ്സുൽ ബൈത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. അതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ബദർ കൂടെ ചൊല്ലി അവസാനത്തെ ദുആയിൽ പങ്കെടുക്കണം. അധികം വൈകാതെ തന്നെ നമ്മളെ മജ്‌ലിസ് തീരും. വേണ്ടവരൊക്കെ അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. 41 ദിവസം മുടങ്ങാതെ നിങ്ങൾ ഈ മജ്‌ലിസിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ ചൊല്ലണം. ഉമ്മമാര് അവർ വീട്ടുകളിൽ നിന്ന് ചൊല്ലണം. മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം, പഠിപ്പിക്കണം. ബദരീങ്ങളെ പേരുകളൊക്കെ പഠിപ്പിക്കണം. അതുപോലെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവുന്നവരൊക്കെ ഒഴിവുള്ള സമയത്ത് ഒരു 10 മിനിറ്റ് ചെലവാക്കിയാൽ ബദരീങ്ങളെ പേര് ചൊല്ലാം. ഒരു ദിവസം മുടങ്ങാതെ ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് ആ ബദരീങ്ങൾ ആരാണെന്ന് പഠിച്ച് ആ ബദരീങ്ങളെ മുൻനിർത്തി ദുആ ചെയ്താൽ ഏത് നേർന്ന പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു പരിഹാരമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وذكر الشيخ الدواني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب من ذكر أسماء أهل بدر. وقال مجرب وقال غيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم وتوصل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وبسيدنا أبي بكر رضي الله عنه، سيدنا عمر رضي الله عنه، سيدنا عثمان رضي الله عنه، سيدنا علي رضي الله عنه، سيدنا طلحة رضي الله عنه، الزبير رضي الله عنه، وبسيدنا عبد الرحمن رضي الله عنه، وسيدنا سعيد رضي الله عنه، وسيدنا سعيد رضي الله عنه، وبسيدنا أبي بكر رضي الله عنه، وسيدنا أحمد نصر رضي الله عنه، وسيدنا أكرم رضي الله عنه، وسيدنا أنس رضي الله عنه، وسيدنا ياسر رضي الله عنه، وبسيدنا أنيس رضي الله عنه، وسيدنا ياسر رضي الله عنه، وسيدنا أنس رضي الله عنه، وسيدنا أبي رضي الله عنه، وسيدنا أسد رضي الله عنه، وسيدنا أنس رضي الله عنه، وسيدنا أنس رضي الله عنه، وبسيدنا بلال رضي الله عنه، وسيدنا أبو جيد رضي الله عنه، وسيدنا محاس رضي الله عنه، وسيدنا مسعود رضي الله عنه، وسيدنا البراء رضي الله عنه، وبسيدنا بشير رضي الله عنه، وسيدنا بشير رضي الله عنه، وسيدنا تميم رضي الله عنه، وسيدنا تميم رضي الله عنه، وبسيدنا تميم رضي الله عنه، وسيدنا ثقب رضي الله عنه، وسيدنا ثعلب رضي الله عنه، وسيدنا ثابت رضي الله عنه، وسيدنا ثابت رضي الله عنه، وبسيدنا ثابت رضي الله عنه، وسيدنا ثابت رضي الله عنه، وسيدنا ثابت رضي الله عنه، وسيدنا ثعلبة رضي الله عنه، وسيدنا ثعلبة رضي الله عنه، وسيدنا جابر رضي الله عنه، وسيدنا جابر رضي الله عنه، وسيدنا جبير رضي الله عنه، وبسيدنا جبار رضي الله عنه، وسيدنا حارثة رضي الله عنه، وسيدنا حمزة رضي الله عنه، وبسيدنا هاتب رضي الله عنه، وبسيدنا هاتب رضي الله عنه، وسيدنا الحسين رضي الله عنه، وسيدنا الحسين رضي الله عنه، وبسيدنا الحارث رضي الله عنه، سيدنا 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 الحارث رضي الله عنه، وبسيدنا الحارث رضي الله عنه، سيدنا 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 الحارث رضي الله عنه، وبسيدنا حارثة رضي الله عنه، سيدنا حارثة رضي الله عنه، سيدنا الحارث رضي الله عنه، سيدنا حياة رضي الله عنه، وبسيدنا حباب رضي الله عنه، سيدنا حبيب رضي الله عنه، سيدنا
حرام رضي الله عنه سيدنا حمزة رضي الله عنه عليهم رضاه والآتايا ورحمة ونعم وآلاء من الحق تسرع صلاة وتسليم وأزكى تحياتي على المصطفى المختار في خير البريات وبخالد رضي الله عنه وبسيدنا خباب وسيدنا خباب وسيدنا خنيس رضي الله عنه وبسيدنا قريب رضي الله عنه وبسيدنا قريب رضي الله عنه وبسيدنا قولي رضي الله عنه وبسيدنا خوات رضي الله عنه وبسيدنا خداش رضي الله عنه وبسيدنا خراش رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خلاد 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 رضي الله عنه وبسيدنا خليد رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خليفة رضي الله عنه وبسيدنا خبيب رضي الله عنه وبسيدنا الشمالي رضي الله عنه وبسيدنا ذكوان رضي الله عنه وبسيدنا ربيعة رضي الله عنه وبسيدنا ربيعي رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رفاعة رافع رضي الله عنه وبسيدنا رافع رضي الله وبسيدنا رافع رضي الله وبسيدنا رافع رضي الله وبسيدنا رفاعة رضي الله وبسيدنا رفاعة رضي الله وبسيدنا رفاعة رضي الله وبسيدنا راشد رضي الله وبسيدنا ربيع رضي الله وبسيدنا رقينة رضي الله وبسيدنا زيد رضي الله وبسيدنا زيد رضي الله وبسيدنا زيد رضي الله وبسيدنا زياد رضي الله وبسيدنا زياد رضي الله وبسيدنا زياد رضي الله وبسيدنا زيد رضي الله وبسيدنا زيد رضي الله وبسيدنا زيد رضي الله وبسيدنا صاحب رضي الله وبسيدنا سالم رضي الله وبسيدنا صبرت رضي الله وبسيدنا سنان رضي الله وبسيدنا سهيل رضي الله وبسيدنا سهيل رضي الله وبسيدنا سعد رضي الله وبسيدنا سعد رضي الله عنه 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 وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا ساحل رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سعد 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 رضي الله عنه وبسيدنا سماك رضي الله عنه وبسيدنا سهيل رضي الله عنه سفيان رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سليم 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 رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا سلامة رضي الله عنه وبسيدنا شجاع رضي الله عنه وبسيدنا شماس رضي الله عنه وبسيدنا شريك رضي الله وبسيدنا صفوان رضي الله عنه وبسيدنا صهيب رضي الله عنه وبسيدنا سبيل رضي الله عنه وسيفي رضي الله عنه وبسيدنا الضحاك رضي الله عنه وبسيدنا الضحاك رضي الله عنه وبسيدنا ضمضة رضي الله عنه وبسيدنا طفيل 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 رضي الله عنهم عليهم سناء والهناء وعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبسيدنا عقيل رضي الله عنه سيدنا عبيدة رضي الله عنه سيدنا عمير رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عمر رضي الله عنه سيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا 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 إياد رضي الله عنه سيدنا عثمان رضي الله عنه وبسيدنا عقبة رضي الله عنه سيدنا عقبة رضي الله عنه سيدنا عكاشة رضي الله عنه سيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عمار رضي الله عنه وبسيدنا عمر رضي الله عنه سيدنا 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 عمر رضي الله عنه وبسيدنا عمر رضي الله عنه سيدنا عمارة رضي الله عنه سيدنا عمر رضي الله عنه سيدنا عباد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبد الرحمن رضي الله عنه عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عبد رضي الله عنه سيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه سيدنا عمير رضي الله عنه سيدنا عمارة رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبد الربيع رضي الله عنه وبسيدنا عبد رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد رضي الله عنه سيدنا عبد رضي الله عنه وبسيدنا عبد رضي الله عنه وبسيدنا عبد رضي الله عنه سيدنا عبد رضي الله عنه سيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه سيدنا 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 عائد رضي الله سيدنا عاصم رضي الله وبسيدنا سمة رضي الله عنه سيدنا سيمة رضي الله عنه سيدنا عبس رضي الله عنه سيدنا عباد رضي الله عنه وبسيدنا عباد رضي الله عنه سيدنا عبد الله 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 رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا 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 عبد الله
الله رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه وبسيدنا عتبان رضي الله عنه سيدنا عتبة رضي الله عنه سيدنا عتبة رضي الله عنه سيدنا عتبة رضي الله عنه سيدنا عقبة رضي الله عنه وبسيدنا عقبة رضي الله عنه سيدنا عجلان سيدنا عقية رضي الله عنه سيدنا عقية رضي الله عنه عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار لخير البرية بأننا بسيدنا النعم وبسيدنا الفاقه وبسيدنا فروة وبسيدنا قدامة وبسيدنا قتادة وبسيدنا قطبة وبسيدنا كيس وبسيدنا كيس وبسيدنا كيس وبسيدنا كعب وبسيدنا كعب رضي الله عنه وبسيدنا لبدة وبسيدنا محجين وبسيدنا مالك وبسيدنا مالك وبسيدنا مدلاج رضي الله عنه وبسيدنا مرصد وبسيدنا المقداد وبسيدنا مستهل وبسيدنا مسعود وبسيدنا محرز وبسيدنا معتب رضي الله عنه وبسيدنا معمل وبسيدنا معمل وبسيدنا معتب وبسيدنا مسعود وبسيدنا مبشر وبسيدنا محمد رضي الله عنه وبسيدنا المنذري وبسيدنا المنذري وبسيدنا مالك وبسيدنا مالك وبسيدنا معني وبسيدنا معتب وبسيدنا مسعود رضي الله عنه وبسيدنا معبد وبسيدنا معبد وبسيدنا معاذ وبسيدنا معاذ وبسيدنا معاذ وبسيدنا معاذ وبسيدنا معاذ رضي الله عنه وبسيدنا مالك وبسيدنا مالك وبسيدنا مالك وبسيدنا مالك رضي الله عنه وبسيدنا مسعود وبسيدنا مسعود وبسيدنا مسعود وبسيدنا مسعود رضي الله عنه وبسيدنا المجدري وبسيدنا معبد وبسيدنا معبد وبسيدنا معكر وبسيدنا المنذري وبسيدنا محاضر وبسيدنا موليد رضي الله عنه وبسيدنا ناظر وبسيدنا النعمان 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 وبسيدنا نوفل رضي الله عنه عليهم تحيات وفوز ومنة وفضل وإكرام تحف وتستوى صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية وبسيدنا وعقد رضي الله عنه وسيدنا وحب وبسيدنا وحب رضي الله عنه وسيدنا ودية وبسيدنا ودقة وبسيدنا حاني وبسيدنا عبيد وبسيدنا هلال وبسيدنا يزيد وبسيدنا يزيد وبسيدنا يزيد وبسيدنا يزيد وبسيدنا يزيد وبسيدنا يزيد رضي الله عنه وبسيدنا أبي سنان وبسيدنا أبي مرصد وبسيدنا مقشي وبسيدنا قبشة وبسيدنا أبي سلمة وبسيدنا أبي صبرة رضي الله عنهم وبسيدنا أبي مقشي وبسيدنا أبي قبشة وبسيدنا أبي سلمة وبسيدنا أبي صبرة وبسيدنا أبي حذيفة وبسيدنا أبي عقيل وبسيدنا أبي الحيثم وبسيدنا أبي مليل وبسيدنا أبي لبارة وبسيدنا أبي حنة وبسيدنا أبي حبة رضي الله عنه وبسيدنا أبي ضياع وبسيدنا أبي شيخ وبسيدنا أبي دجانة وبسيدنا أبي طلحة وبسيدنا أبي الأول وبسيدنا أبي حبيب رضي الله عنه وبسيدنا أبي قيس وبسيدنا أبي أيوب وبسيدنا أبي خلاد وبسيدنا أبي خالد وبسيدنا أبي صرمة وبسيدنا أبي خديمة وبسيدنا أبي قطاط وبسيدنا أبي داود وبسيدنا أبي سعيد وبسيدنا أبي حسن وبسيدنا أبي مسعود يسيرين وبسيدنا أبي مسعود رضي الله عنه عليهم سلام والهدايا وبهجة بلا أن دام الشمس تجري وتطلع صلاة وتسليم وأزكى تحيتي على المصطفى المختار بخير البرية الله ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മജ്‌ലിസ് പ്രതീക്ഷിച്ചു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ്. ഏത് പ്രതിസന്ധിയാണെങ്കിലും തട്ടി മാറ്റണേ അല്ലാഹ്. ഏത് പ്രയാസങ്ങളാണെങ്കിലും നീക്കം ചെയ്ത് കൊടുക്കണേ അല്ലാഹ്.
ഒരു സഹോദരി ശരീരത്തിൽ പെട്ടെന്ന് നീര് വന്ന് പ്രയാസം അനുഭവിക്കുന്നു, നടക്കാൻ കഴിയാതെ പ്രയാസം, പണിയെടുക്കാൻ കഴിയുന്നില്ല, വീട്ടുജോലികൾ നടക്കുന്ന പ്രതിസന്ധിയാണ്. റബ്ബേ, എന്ത് ശൈത്താനിയത്താണെങ്കിലും നീക്കം ചെയ്യണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബദരീങ്ങളെ ഓരോ നാമത്തിന്റെയും ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നല്ല ഊർജ്ജസ്വരയും ഹിമ്മത്തും തോക്കത്തും നൽകണേ അല്ലാ. ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ബദരീങ്ങളെ കൊണ്ട് കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ബദരീങ്ങളെ തവസ്സുല് പാടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആ തവസ്സുൽ എന്ന് പറയുമ്പോ അതൊരു ദുആ ആണ്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് തവസ്സുൽ. തവസ്സൽനാ ബിസ്മില്ലാ എന്ന ബൈത്ത്, ആ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدير يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. إلهي ناجنا وكشف جميع عادية وسرير مكائد العدا والطف بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي نافس الكرباء عن العاسين والعطباء وكل بلية ووباء بأهل البدير يا الله. فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدير يا الله. وكم أغنيت ذا العسر وكم موليت ذا الفقر وكم آفيت ذا الوزر بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. لقد ضاقت على القلب جميع الأرض مع ربي فأنجي من البلاء الصعب بأهل البدير يا الله. أتينا طالبين لفدي وجل الخير والسعد فوسع منحة الأيدي بأهل البدير يا الله. فلا تردد مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة بأهل البدير يا الله. وإن تردد فمن نعتي لنيل جميع حاجاتي أيا جالي الملمات
بأهل البديل يا الله إلهي اغفر واكرمنا بنيل مطالب منا ودفع مساكننا بأهل البديل يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كروبة تنفي بأهل البديل يا الله فصل على النبي البديل بلا حد ولا حصر وآل سادة غلي وأهل البديل يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ മാസം നമ്മിൽ നിന്ന് വിട പറയാൻ ഇനി 9 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഒരു കിതാബിൽ ജവാഹിറുൽ അശ്ആർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ അടങ്ങുന്ന 10 സ്വലാത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ സ്വലാത്തുകൾ ഒരാൾ മനഃപ്പാഠമാക്കുകയും അത് എഴുതി സൂക്ഷിക്കുന്ന, അതുപോലെ വാഹനങ്ങൾ, അതുപോലെ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവ അപകടം കൂടാതെയും, അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളിലോ വീടുകളിലോ കടകളിലൊക്കെ തീപിടുത്തം, അതുപോലെ മോഷണം എന്നിവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന സലാത്തുകളാണ്. ഈ സലാത്ത് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒഴിവുള്ളപ്പോഴൊക്കെ സലാത്ത് ചൊല്ല എഴുതി വെക്ക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇന്നൊരു സലാത്താണ് പറഞ്ഞു തരുന്നത്, എല്ലാവരും ജീവിതത്തിൽ പകർത്ത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الذي ما وقع ظله على الأرض قط. എന്താണ്? الذي ما وقع ظله على الأرض قط. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭൂമിയിൽ നിഴൽ പതിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാഹ് എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സലാത്തിന്റെ മഹത്വം കൊണ്ട് നമുക്ക് മുത്തുനബിയെ മനാമിൽ കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ദുആയിലേക്ക് കടക്കുന്നു. എല്ലാവരും അവരുടെ മനസ്സിൽ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ കരുതി ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ ഇരിക്കണം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ രാത്രി സമയത്ത്, അതേ രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നിന്റെ ബദരീങ്ങളെ നാമം ഞങ്ങൾ ഉരുവിട്ടു. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസ് കൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞറിയിച്ചവരുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാഹ്, പ്രതിസന്ധികൾ തട്ടിമാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണേ അല്ലാഹ്. പ്രതിസന്ധി നിറഞ്ഞ പ്രയാസം നിറഞ്ഞ ജീവിതമാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളെ സാലിഹീങ്ങളെ മജ്ജാക്കണേ അല്ലാഹ്. താമസിക്കുന്ന വീടുകൾ, ഫ്ലാറ്റുകൾ, സ്ഥാപനങ്ങൾ, റബ്ബേ, എല്ലാ ഇടങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ശൈത്താന്റെ ശർറ്, സായിരീങ്ങളെ ശർറ്, മൂർത്തി ശല്യങ്ങൾ, ജിന്ന് പിശാചുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ മഹാന്മാരുടെ കാവലും അവരും ഒതുകുന്ന സർവ്വ ഹിമായത്തുമുള്ള വീടുകളാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നീറുന്ന പ്രയാസങ്ങൾ മനസ്സിന്റെ അകത്തലങ്ങളിൽ വെച്ചുകൊണ്ട് ദുആയിൽ പങ്കെടുക്കുന്നവരുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഉദ്ദേശം ബദരീങ്ങളുമായൊരു ബന്ധമുണ്ടാക്കലാണ്, ബദരീങ്ങളെ പേരെന്നും പറയിപ്പിക്കലാണ്, ബദരീങ്ങൾ മുഖേന നീറുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം തേടലാണ്. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു സഹോദരി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിഷമങ്ങളിലാണ്, പ്രയാസത്തിലാണ്, പ്രതിസന്ധികളിലാണ്, ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത രോഗമാണ്, ശിഫ നൽകണേ അല്ലാഹ്. വീട്ടുജോലികൾ ചെയ്യാൻ കഴിയാത്ത രോഗമാണ്, ശിഫ നൽകണേ അല്ലാഹ്. പ്രതിസന്ധി നിറഞ്ഞ രോഗമാണ്, ശിഫ നൽകണേ അല്ലാഹ്. കാലിലും ശരീരത്തിലും തേനീര് വന്ന് തടിച്ചു പ്രതിസന്ധിയാണ്. റബ്ബേ, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രയാസം നൽകിയവരെ നീ തളർത്തിക്കളയില്ലേ അല്ലാഹ്. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വല്ല ശൈത്താനിയത്ത് സംബന്ധമായ ജിന്ന് പിശാചുകളുടെ ശല്യം കൊണ്ടുള്ളതാണെങ്കിൽ ആര് സിഹ്റയച്ചു വിട്ടോ, ആര് ഐനയച്ചു വിട്ടോ അവരിലേക്ക് എത്തിക്കണേ, തിരിച്ചടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഈ മജ്ലിസിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഈ മജ്ലിസ് കാണുന്നവർ, വീക്ഷിക്കുന്നവർ, ഈ മജ്ലിസിൽ മനസ്സാവജാ കർമ്മനായത്തെടുക്കുന്നവർ ഓരോരുത്തരുടെയും മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചവരെ ഹാഫിളാക്കണേ അല്ലാഹ്. ഭൗതികവും ആത്മീയമായ വിദ്യാഭ്യാസത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളൊന്നും നൽകില്ല അല്ലാഹ്, മാരക രോഗങ്ങൾ നൽകില്ല അല്ലാഹ്, ക്യാൻസർ നൽകില്ല അല്ലാഹ്, ട്യൂമർ നൽകില്ല അല്ലാഹ്, അപസ്മാരകം നൽകില്ല അല്ലാഹ്, ശരീരം കീറി മുറിക്കുന്ന രോഗം നൽകില്ല അല്ലാഹ്, വെന്റിലേറ്ററിലും ഐസിയിലും കിടന്ന് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ നൽകില്ല അല്ലാഹ്. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ഒരാളെ മുമ്പിലും കൈമുന്നിട്ടാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നല്ലവരാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്, അവയവങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്, സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. റഹ്മാനെ, പഠിക്കുന്ന മക്കളുണ്ട്, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്, ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തും പഠിക്കാൻ പോയ പെൺമക്കളുള്ളവർ, ആൺമക്കളുള്ളവർ, പോകാൻ ഉദ്ദേശിച്ചവർ, യാത്ര
യാത്രയെല്ലാം എളുപ്പമാക്കണേ അല്ലാ. പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ. നല്ല ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ലഹരി ഉപയോഗിക്കുന്നവരാക്കില്ല അല്ലാ. താന്തോന്നികളിൽ കൊടുക്കല്ല അല്ലാ. മുത്തദീങ്ങളിൽ കൊടുക്കല്ല അല്ലാ. ഈമാനുള്ള ദീനുള്ള മക്കളാക്കണേ അല്ലാ. സ്ത്രീകൾ എഴിഞ്ഞാടുന്ന കാലഘട്ടമാണ്. ഞങ്ങളെ പെൺമക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഒരു വിവാഹം വന്നാൽ വീട് നിറയെ അത്തുല്ലസിച്ച് പുരുഷ ബന്ധമില്ല. പുരുഷന്മാർ അന്യപുരുഷരെ കണക്കാക്കാതെ ചാടി തുമർത്താടുന്ന സ്ത്രീകളുണ്ട്. റബ്ബേ, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. ദീൻ വലിച്ചെറിയുന്ന മക്കളാക്കല്ലേ അല്ലാ. കുടുംബമാക്കല്ലേ അല്ലാ. നല്ല ദീനുള്ള മക്കളാക്കണേ അല്ലാ. സ്വഭാവമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്, ചികിത്സ ചെയ്യുന്നവരുണ്ട്, അവർക്ക് നീ ഫലം നൽകണേ അല്ലാ. ഹജ്ജ് ഉദ്ദേശിച്ചവർ, ഉംറ ഉദ്ദേശിച്ചവർ മക്കയിലും മദീനയിലും ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെത്തിക്കണേ അല്ലാ. ഉമ്മമാരെയും മക്കളെയും കുടുംബാംഗങ്ങളെ എത്തിക്കണേ അല്ലാ. മദീനയിലെ രാജാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി മാസത്തിൽ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഹൈബാക്കല്ലേ അല്ലാ. മദീനയിലെ ആ വെള്ളക്കൊട്ടാരത്തിന്റെ ചമുകളിലുള്ള പച്ചക്കുമ്പ നോക്കിയിരുന്ന് സ്വലാത്ത് ചൊല്ലി 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 മദീനയിലെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ, അവിടത്തെ ചാരിയിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബദരീങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ബദരീങ്ങൾക്ക് കൊടുത്ത ഹിമ്മത്തും താഖത്തും ഇസ്സത്തും ആഫിയത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. യുദ്ധപ്രിയന്മാരായ ജൂതന്മാരെ നശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, കടമുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്, ഒരു അറ്റം മറ്റൊരറ്റത്തേക്ക് മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്ന ഈ മജ്‌ലിസിലുണ്ട്, ഞങ്ങളിലുണ്ട്. റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മത്ത് ചെയ്യണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരുണ്ട്, വസ്ത്രം നൽകിയവരുണ്ട്, സന്തോഷം നൽകിയവരുണ്ട്, ഹദിയ നൽകിയവരുണ്ട്. റബ്ബേ, വീട് വെച്ച് തന്നവരുണ്ട്, ഉംറക്ക് കൊണ്ടുപോയവരുണ്ട്. റബ്ബേ, നീ റാഹത്ത് നൽകണേ അല്ലാ. ഒരാളെയും വെറുതെ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരികൾ അനുയോജ്യകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വിട പറഞ്ഞ ഒപ്പമാരും ഞങ്ങളെ കുടുംബാംഗങ്ങൾ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഉലമാക്കളിൽ നിന്ന് വിട പറഞ്ഞവർ, ഈ പള്ളിക്ക് ചുറ്റുഭാഗം മറവിട്ട് കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളടക്കം ഈ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഓതുന്ന കാലത്ത്, പഠിക്കുന്ന കാലത്ത് പല പള്ളികളിൽ ജോലി ചെയ്തപ്പോൾ റബ്ബേ, ഭക്ഷണം നൽകിയവർ, സ്വതക്ക നൽകിയവർ, കൈത്താങ്ങായവർ ഒരാളെയും വെറുതെ ആക്കില്ല അല്ലാ. ഞങ്ങൾ ഉപ്പമാര് മരണപ്പെട്ടവർ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, ഞങ്ങൾ ഉപ്പമാരുമ്മമാര് ആ റഹ്മാൻ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളാക്കിയ ഞങ്ങൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. അവരെ തണലിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഇൽമിലും ഇബാദത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഹബീബിന്റെ സുന്നത്തുകളൊക്കെ ഏറ്റെടുത്ത് സ്വലാത്തുകളെ കൊണ്ട് നാവുദനിപ്പിച്ച് ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാ. ജീവിതം ഖൈറാക്കി തരണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാല്ലാഹ് അടുത്ത മജ്‌ലിസ് നാളെ രാത്രി 7 മണിക്കുണ്ടാകും. എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം. നമ്മൾ ഓർത്തുമോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.